എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് കത്തിക്കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഷിയാസ് കരീമുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഒരു സ്ത്രീ ഷിയാസ് കരീമിന് ഒത്തിരി ധനപരമായിട്ട് സഹായിക്കുകയും പിന്നീട് കുറച്ച് അധികം നാൾ കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ഏതാണ്ട് ഷിയാസിന്റെ വിവാഹം കഴിഞ്ഞിട്ട് പോലും 2 വർഷമായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ വിവാഹത്തിന് മുമ്പുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇദ്ദേഹത്തിന് ജിമ്മ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇവർ കയ്യയച്ച് ധാരാളം, അതായത് ലക്ഷക്കണക്കിന് രൂപ സഹായമായിട്ട് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന ഒരുപാട് വോയിസ് കോളുകളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളിൽ പലരും കേട്ടിട്ടുമുണ്ടാവും. കാരണം ഈ ഒരു കാര്യം ചർച്ചയായിട്ട് കുറേ ദിവസമായി സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതേക്കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞു. വോയിസ് കോളുകളൊക്കെ ഒരുപാട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വോയിസ് കോള് പുറത്ത് വിടുന്നില്ല. എന്നാൽ അതായത് എൻ്റെ ചാനൽ വഴി പുറത്തു വിടുന്നില്ല. കാരണം നിങ്ങളെ ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, കേട്ടിട്ടുള്ള കാര്യം തന്നെ വീണ്ടും എടുത്തു വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഷിയാസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ കാശ് തന്ന സ്ത്രീക്ക് ഒരു 10-60 വയസ്സോളം പ്രായമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം മാത്രമായിട്ട് ഞാൻ ഇവിടെ വെക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാട്ടോ, ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് വേറെ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്, ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളുടെ ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇതിനു മുമ്പേ എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10-60 വയസ്സുണ്ട്. അതുപോലെ എൻ്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ കല്യാണത്തിനും എൻ്റെ എല്ലാ പരിപാടിക്കും, എൻ്റെ റിസപ്ഷൻ, എൻ്റെ അബുദാബിയിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പോൾ കേസ് നിൽക്കല്ലേ, എനിക്ക് എഫ്ഐആർ ഒട്ടും അറിയില്ല. കേട്ടോ, ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാര്യയിൽ നിന്നും എൻ്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങറിൽ നിന്ന് വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എൻ്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എൻ്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും ഓക്കെ. ഇതിന് മുമ്പേ ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി, എന്നെ ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവർ എൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു വന്നു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇതിന് ഒരു ക്ലാരിറ്റി പറയുകയാണെങ്കിൽ, ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എൻ്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പോൾ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എൻ്റെ നിലപാടിൽ ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എൻ്റെ കുടുംബം, എൻ്റെ എല്ലാ ആളുകളും എൻ്റെ കൂടെ ഉള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. എനിക്ക് അത്ര ധൈര്യമുള്ള ആളാണ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ നിലപാട് അതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എൻ്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഇവിടെ ഷിയാസ് കരീം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഒരു സ്ത്രീ പുള്ളിക്കാരൻ്റെ ഉമ്മച്ചിയെ പോലെയാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഷിയാസ് കരീം മറ്റൊരു വീഡിയോയിൽ അവരുടെ ചെകിടത്തടിക്കും, നിന്ന് കുണുങ്ങാതടി പെണ്ണെ, അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളൊക്കെ അടിക്കുന്ന ഷിയാസ് കരീമിൻ്റെ വോയിസ് കോളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളിൽ പലരും കേൾക്കുകയും ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡോക്ടർ രജിത് കുമാർ സാറ് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം രജിത് കുമാർ സാറിനെ. അതായത് ഖുറാൻ എന്ന് പറയുന്ന ആ ഒരു മതഗ്രന്ഥത്തെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള മനുഷ്യനാണ് നമ്മുടെ ഡോക്ടർ രജിത് കുമാർ സാറ്. അപ്പോൾ അദ്ദേഹത്തെ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ബിഗ് ബോസിനുള്ളിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പോലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിത്വമാണ് നമ്മുടെ ഡോക്ടർ രജിത് കുമാർ സാറ്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എനിക്ക് അദ്ദേഹത്തോടൊരു ചെറിയ പരിഭവം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എൻ്റെ മകൾക്ക് ഭരതനാട്യത്തിന് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയ സമയത്തിന് അദ്ദേഹം തന്നെ ആയിരുന്നു അവൾക്ക് ഈ ട്രോഫിയും അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം തന്നെ, ഞാനൊരു വീഡിയോയിൽ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഞാൻ സ്വയം ഷണ്ടനായി, ഞാൻ തന്നെ എന്നെ ഷണ്ടനാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചില ഇൻ്റർവ്യൂകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഡോക്ടർ രജിത് കുമാർ തന്നെ പറയുന്നത് അദ്ദേഹത്തിനെ ഷണ്ടനാക്കി, അദ്ദേഹം ഷണ്ടനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഷണ്ടൻ എന്നുള്ളൊരു സംഭവം ഞാനതിൽ ഉച്ചരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടാണ് നമ്മളും പറഞ്ഞത്. പക്ഷെ അത് അദ്ദേഹത്തിന് പിടിച്ചില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് സ്ട്രൈക്ക് കൊടുത്തു. അങ്ങനെ അദ്ദേഹം എനിക്ക് 8ന്റെ പണി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പെട്ടെന്നൊന്നും മറക്കില്ല കേട്ടോ. സ്ത്രീയാണ് 65 വയസ്സുണ്ടെന്ന് പറഞ്ഞ് അവരൊരു കിളവിയാക്കി അല്ലെങ്കിൽ ഒരു മോശമാക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏജിലാക്കി ചിത്രീകരിച്ചതിനോട് എനിക്കങ്ങോട്ട് യോജിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏത് സാഹചര്യത്തിലാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 65 ലക്ഷം രൂപ കൊടുത്തതെന്ന് എനിക്കറിയില്ല. അതെങ്ങനെയാണ് കൊടുത്തതെന്നും ഏത് രീതിയിലാണ് വാങ്ങപ്പെട്ടതെന്നും എന്തിൻ്റെയാണെന്നുള്ളതാണ് അന്വേഷണം നടത്തേണ്ടത്. ഞാൻ ഇപ്പോഴും പറയുന്നു, അങ്ങനെ ഒരു സ്ത്രീ എന്നെ സ്നേഹിക്കാനുണ്ടായിരുന്നെങ്കിൽ അവരെ ഞാൻ തലയിൽ വെച്ചുകൊണ്ട് നടന്നതിനെ തറയെ വയ്ക്കില്ല. പക്ഷേ എന്ത് ചെയ്യാം, എന്നെ കാര്യമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഷിയാസിനെ മാത്രം പറയുന്നതിനേക്കാൾ ഇതെന്താണ് കാര്യം, ഇതെന്താണ് സംഭവം, സത്യം എന്താണ്, അല്ലേ? ഒരു ജിംനേഷ്യത്തിൻ്റെ പേരെങ്ങാണ്ടാണ് കേട്ടത്. ഒരു ജിംനേഷ്യം തുടങ്ങാമെന്ന് പറയുമ്പോൾ എനിക്കറിയാം ഇതുപോലെയാണ് നിങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടുവന്നത്. നിങ്ങൾ ഉണ്ടായിക്കൊണ്ടല്ല, നമ്മുടെ ജിൻഡോ, നമ്മുടെ ബിഗ് ബോസ് ആണ്. ജിൻഡോയ്ക്ക് മുമ്പ് ജിംനേഷ്യത്തിൻ്റെ വിഷയത്തിലൊരു വന്നില്ലേ? അപ്പോൾ ഇത് ജോയിൻറ്റ് എഫേർട്ടിലാണ്. ജോയിൻ്റ് ആയിട്ടാണോ ജിംനേഷ്യം തുടങ്ങിയത് അതോ കടം വാങ്ങിച്ചതാണ്? അപ്പോൾ ഞാൻ ഒരു സഹോദരി, ഒരു സ്ത്രീയുടെ 50 ലക്ഷം കടം വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിനിമ ചെയ്യാൻ പോകുന്നു, ഞാൻ നിൻ്റെ 50 ലക്ഷം കടം വാങ്ങിച്ചിട്ടാണ് ഞാനത് ചെയ്തതെങ്കിൽ എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് ഉറപ്പായിട്ട് ആ കടം എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഷിയാസിനെയാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ട്, ഷിയാസ് കടം വാങ്ങിച്ചാണ് സ്വന്തം ജിംനേഷ്യം തുടങ്ങിയാൽ എന്തായിട്ടോ അതൊന്നും എനിക്കറിയില്ല. ഷിയാസ് ആ വ്യക്തിയിൽ നിന്ന് ആ കടം വാങ്ങിച്ച പൈസയാണെങ്കിൽ ഉറപ്പായി എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം. പലിശ വേണോ വേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ബാക്കിയുള്ള രീതിയിലുള്ള പൈസ കൊടുപ്പ് വാങ്ങൽ എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് അതിന് നമുക്ക് ഉത്തരം പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന ഷിയാസ് കരീം പറഞ്ഞ ഒരു വാക്ക്, അതായത് ആ ഒരു സ്ത്രീക്ക് 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള സ്ത്രീയാണെന്നും അവർക്ക് ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ ഉമ്മയുടെ പ്രായമാണ്, ഉമ്മയെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവത്തിനെ എതിർത്താണ് നമ്മുടെ ഡോക്ടർ രജിത് കുമാർ സാറ് പറയുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേട്ടിട്ട് വരാം. പക്ഷേ ഒരു കാര്യം എനിക്ക് ഷിയാസിനോട് യോജിപ്പില്ലാത്തത് അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളോടൊപ്പം സഹകരിച്ച് നമുക്ക് വേണ്ടി എല്ലാം കഴിഞ്ഞിട്ട്, ഇപ്പം ശാരീരിക ബന്ധം അല്ലെങ്കിൽ സെക്സ് ബന്ധം അതൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മളോടൊപ്പം നിന്നിട്ട് നമ്മളെ സഹായിച്ച ഒരു വ്യക്തി 60 വയസ്സുള്ള സ്ത്രീയാണ് 65 വയസ്സുണ്ടെന്ന് പറഞ്ഞ് അവരൊരു കിളവിയാക്കി അല്ലെങ്കിൽ ഒരു മോശമാക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏജിലാക്കി ചിത്രീകരിച്ചതിനോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ എൻ്റെ ഡൈവേഴ്സ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയെ വളരെ മോശമായി പറയുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. എൻ്റെ ഭാര്യ വളരെ നല്ല കുട്ടിയാണ്. അപ്പോൾ എന്തായാലും ഡോക്ടർ രജിത് കുമാർ സാർ പറഞ്ഞതിനോട് ഞാനും 100% യോജിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് കയ്യിലിരുന്ന പൈസയൊക്കെ കൊടുത്തിട്ട് അത് അയാൾ മേടിച്ചിട്ട് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് എന്നെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്തായാലും ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വിദേശത്ത് ജോലി ചെയ്യുന്ന സ്ത്രീയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ത്രീ വെറും പൊട്ടിയൊന്നും അല്ലല്ലോ, അത്യാവശ്യം ബോൾഡാണ്. അപ്പോൾ എന്തിനങ്ങനെ പൈസ കൊടുത്തു? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയ്ക്ക് ഒരു മൂല്യമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതല്ലേ? എത്രത്തോളം കഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ കയ്യിൽ 10 പൈസ വന്ന് ചേരുന്നത്. അത് മറ്റൊരാൾക്ക് ഇങ്ങനെ ചുമ്മാതെ വാരിക്കോരി കൊടുക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, അയാൾ തൻ്റെ ആരാണ് എന്നൊരു ബോധ്യം ആ ഒരു സ്ത്രീക്ക് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അതൊന്നും നോക്കാതെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സ്ത്രീയുടെ കഴിവുകേട് തന്നെയാണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നീട് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഡോക്ടർ രജിത് കുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ ജിമ്മ് തുടങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടി ചേർന്ന് ജിമ്മ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ആ ഒരു ഷെയർ ആണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ പിന്നീട് ആ ഒരു പിന്നീട് അത് നടക്കാത്ത സാഹചര്യത്തിൽ അവർ ആ ഒരു പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ അതല്ല, ഷിയാസ് കരീമിന് ഒറ്റയ്ക്ക് ജിം തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ പൈസ താൽക്കാലികമായിട്ട് സഹായിച്ചതാണെങ്കിൽ പോലും പുള്ളിക്കാരൻ ആ പൈസ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. കൊടുക്കണം എന്നുള്ളൊരു കരാറിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായും കൊടുക്കണം. ഇവിടെ ഷിയാസ് കരീമിനെ സഹായിച്ചത് 1000-ങ്ങളോ 10,000-ങ്ങളോ അല്ല, ലക്ഷങ്ങളാണ്. അപ്പോൾ എന്തായാലും ഒരു സ്ത്രീ വെറുതെ ഒരാൾക്ക് ഇത്രയധികം ലക്ഷക്കണക്കിന് രൂപ കൊടുക്കില്ല. ഇതിന്റെ പേരിൽ ഇവർക്കിടയിൽ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഡോക്ടർ രജിത് കുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സ്ത്രീക്ക് 60 വയസ്സുണ്ട്, ഉമ്മയുടെ പ്രായമുണ്ട്, ഉമ്മച്ചിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ അധിക്ഷേപിക്കേണ്ടതിന്റെ യാതൊരു കാര്യമില്ല. കാരണം അവരുടെ കയ്യിൽ ഇരുന്ന പണങ്ങളെല്ലാം പറ്റിയിട്ട് പിന്നീട് അവരെ ഏജ് പറഞ്ഞ് അവരെ അപമാനിക്കേണ്ട ആവശ്യം എന്താണ്? ഈ പറയുന്ന സ്ത്രീക്ക് 40-45 വയസ്സിനിടയിൽ മാത്രമേ പ്രായമുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു സ്ത്രീയാണ് ഇദ്ദേഹം ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീയുമായിട്ട് നടത്തേണ്ട ഒരു ഫോൺ സംഭാഷണമല്ലല്ലോ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ചാറ്റുകളല്ലല്ലോ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഉമ്മയുടെ പ്രായത്തെ പോലും റെസ്പെക്ട് ചെയ്യാൻ അറിയാത്ത ആളാണോ ഈ പറയുന്ന ഷിയാസ് കരീം എന്ന് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ എന്തായാലും സാധാരണക്കാർക്കൊക്കെ ഇവരൊക്കെ ഭയങ്കര സെലിബ്രിറ്റികളാണ്. എന്നാൽ ഇവരുടെ റിയൽ ലൈഫിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കിയാലുണ്ടല്ലോ, ഇത്രയധികം മുഷിഞ്ഞു നാറിയ ഒരു ലൈഫ് മറ്റെവിടെയും കാണാൻ പറ്റില്ല. നല്ല AC കാറ്, അതുപോലെ നല്ല നല്ല ഡ്രസ്സുകള്,
അതുപോലെ തന്നെ വളരെ എന്താ പറയുന്നത് രാജകീയമായിട്ടുള്ള രീതിയിലുള്ള പ്രൗഢിയോട് കൂടിയുള്ള ജീവിതം. അപ്പൊ ഇതൊക്കെ കാണുന്ന സാധാരണക്കാർ വിചാരിക്കും, ഓ ഇവര് തന്നെയാണ് ഭൂമിയിലെ സ്വർഗത്തിൽ വസിക്കുന്ന ആളുകളെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെയൊക്കെ റിയൽ ലൈഫിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇത്രത്തോളം മുഷിഞ്ഞു നാറിയ ഒരു ലൈഫ് വേറെ എങ്ങും ഉണ്ടാവില്ല. എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഈ ഒരു വിഷയത്തിൽ രജിത്കുമാർ സാർ പറഞ്ഞതിനോട് 100 വട്ടം അനുകൂലിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തരിക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും